ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇന്ന് 4 മാസം പിന്നിടുന്നു. കൊല്ലപ്പെട്ടത് 27,600 പേരാണ്. ഇന്ത്യയിലേക്കടക്കം സഞ്ചരിച്ചിരുന്ന 2 ചരക്ക് കപ്പൽ ഹൂതികൾ ആക്രമിച്ചുവെന്ന വാർത്തയും വരുന്നു. എന്നാൽ ഹമാസ് ഒരു വെടിനിർത്തലിന് അനുമതി നൽകി എന്ന രീതിയിൽ രാവിലെ മധു കൊട്ടാരക്കര വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയും അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ബി ജെയിംസ് പരിശോധിക്കുന്നു. ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ഗസയിലൊരു വെടിനിർത്തലിന് സാധ്യതയുണ്ടോ? എസ് കെ അതിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഹമാസ് അതിനൊരു അനുമതി നൽകുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ്. അപ്പോൾ അമേരിക്കയും ഹമാസും യോജിച്ചെങ്കിൽ ഇസ്രായേൽ ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്രതികരണം ഇനിയും പറഞ്ഞിട്ടില്ല. കാരണം പലതവണ അമേരിക്ക വെച്ച നിർദ്ദേശം അറബ് രാജ്യങ്ങൾക്കും ഹമാസിനും ഏതാണ്ട് സ്വീകാര്യമായെങ്കിലും അത് ഇസ്രായേൽ തള്ളുകയായിരുന്നു. പിന്നീട് ഹമാസ് തന്നെ ഒരു നിലപാടെടുത്തു. മുഴുവൻ ഇസ്രായേൽ സൈനികരും ഗസയിൽ നിന്ന് പിൻവാങ്ങാതെ ബന്ദികളെ വിട്ടയക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്. ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണ്, പക്ഷേ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. അതിന് വലിയ കണ്ടീഷൻസ് വെച്ചതായി അറിയുന്നില്ല. എന്തായാലും അതിനുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രതികരണം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഫൈനലായിട്ട് അത് വെടിനിർത്തൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയാൻ സാധിക്കുള്ളൂ. അതിനിടയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗ്രൗണ്ടിൽ വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. 4 മാസം പിന്നിടുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തുകയും 1200-ലേറെ ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 340 പേരെ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോകുകയും ചെയ്തതിൻ്റെ പിറകെയാണ് ഇസ്രായേൽ ഗസയിൽ കയറി ആക്രമണം തുടങ്ങിയത്. ഇന്ന് 4 മാസം തികയുന്നു. 5-ാം മാസത്തിലേക്ക് കടക്കുകയാണ്. 4 മാസം തികയുമ്പോൾ വല്ലാത്ത ദുരന്തവും ദുരിതവുമാണ് ഗസയിൽ. 27,600 പേർ ഔദ്യോഗിക കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ 20,000-ലേറെ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും യുദ്ധം അവിടെ തുടരുകയാണ്. റഫയിലേക്ക് ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. തിരിച്ച് ഇസ്രായേലിനെതിരെ ഹമാസിൻ്റെ ആക്രമണവും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഹമാസിൻ്റെ ശക്തി തീർന്നു എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഹമാസ് പല കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട്. എന്തായാലും ബന്ദികൾ എവിടെയാണ് എന്നുള്ളത് ഇതുവരെ ഇസ്രായേലിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ബന്ദികളെ വിട്ടയക്കാൻ അവർ വെച്ചിരിക്കുന്ന ഉപാധി ഇസ്രായേൽ സൈന്യം വിട്ടുപോകണമെന്ന് തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ താൽക്കാലിക വെടിനിർത്തലിനുള്ള സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട് എസ് കെ എൻ. അതിനിടയിലാണ് എസ് കെ എൻ ഹൂതികൾ 2 ചരക്ക് കപ്പലുകൾ ആക്രമിച്ചു എന്ന വാർത്ത ചെങ്കടലിൽ നിന്ന് വരുന്നത്. അതിലൊന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലാണ്. അത് ഭാഗ്യത്തിന് അതിന് വലിയ കേടുപാടുകൾ പറ്റിയിട്ടില്ല. അതിൻ്റെ അടുത്തൊക്കെ വന്ന് വീണതേ ഉള്ളൂ. പക്ഷേ ബ്രിട്ടീഷ് ബന്ധമുള്ള വേറൊരു ചരക്ക് കപ്പലിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെങ്കടലിനടുത്ത് ബാബ മാൻഡിലേക്ക് പോകുന്ന കവാടത്തിന് അരികിൽ ഈ യമൻ്റെ ഭാഗത്തെത്തുമ്പോൾ, പ്രത്യേകിച്ച് ഹൂതികൾ നിയന്ത്രിക്കുന്ന ഭാഗത്തെത്തുമ്പോൾ കടലിന് വീതി കുറവാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് ആക്രമിക്കാൻ സാധിക്കുന്നു. അമേരിക്ക 10 തവണ ഈ യമനിലെ കേന്ദ്രങ്ങളിൽ, ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതാണ്. ഒരുപാട് പേരെ കൊലപ്പെടുത്തി, സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. പക്ഷേ ഇപ്പോഴും ഹൂതികൾക്ക് പ്രഹരശേഷിയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവവാസങ്ങൾ. എന്തായാലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷേ ആശ്വാസത്തിൻ്റെ ഒരു വാർത്ത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എസ് കെ എൻ. ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നത് സിറിയയിലെ US സേനാ താവളത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായി. ഏതാണ്ട് 6 പേർക്ക് ജീവഹാനി സംഭവിച്ചെന്ന രീതിയിൽ വാർത്ത വരുന്നു. എസ് കെ എൻ, ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ ബാക്കി പത്രം അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഹൂതികളുടെ ആക്രമണമാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക തുടങ്ങി വെച്ച സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലെയും ഇറാൻ ബന്ധമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. അതിന് തിരിച്ചടിയായിട്ട് US-ൻ്റെ സേനാ താവളത്തിൽ ആക്രമണം നടത്തിയിരുന്നു. അവിടുത്തെ ഇറാൻ ബന്ധമുള്ള ഷിയ സംഘടനകൾ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ സിറിയയിലെ താവളത്തിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഇത്തവണ അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ്, അവർ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന കുർദിഷ് കലാപകാരികളാണ്. ഇപ്പോൾ കുർദിഷ് വിഭാഗത്തിൻ്റെ 6 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അതിനെതിരെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്, സിറിയയിലെ സർക്കാരിൻ്റെ സപ്പോർട്ടോടുകൂടി ഇറാനിലെ തീവ്രവാദികളാണ് താങ്കളെ ആക്രമിച്ചതെന്ന് സിറിയൻ ഇത് പറയുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത കൂടി എസ് കെ എൻ, ഇസ്രായേൽ കയറി സിറിയയിലെ ഈ പ്രദേശങ്ങളിൽ
വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ സിറിയയിലും ഇറാഖിലൊക്കെ നടക്കുന്നത്. ഹെസ്ബുള്ള അടക്കമുള്ള സംഘടനകൾ, ഹൂതികളപ്പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമേരിക്കയുടെ സേനാ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നത് ഇസ്രായേൽ എന്ന രീതിയിൽ ഇസ്രായേൽ സിറിയയിലും ലെബനിലും ആക്രമണം നടത്തിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ തീർക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ആൻ്റണി ബ്ലിങ്കൻ ഇന്നലെ നമ്മൾ പറഞ്ഞു സൗദി അറേബ്യയിലുണ്ട്, അദ്ദേഹം കെയ്റോയിലെത്തി. ഈജിപ്റ്റ് ഗസയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഗസയിൽ നിന്ന് റഫ വഴിയാണ് ഈജിപ്തിലെത്തുന്നത്. അപ്പോൾ ഈജിപ്തിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ആൻ്റണി ബ്ലിങ്കൻ വന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്യാനും വെടിനിർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എസ് കെ. താങ്ക് യു ബേബി ജെയിംസ്. നമുക്കൊരു ഇടവേള എടുക്കണം. ജെയിംസ് പൊയ്ക്കളയരുത്, അവിടെ തന്നെ നിൽക്കണം.